നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VFA സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിന് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ VFAയുടെ സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് അതിൻ്റെ കമൻസിലായിക്കോട്ടെ ടെലിഗ്രാമിലാണെങ്കിലും നമുക്ക് വരുന്ന മെസ്സേജസ് അതിന് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് റെഫർ ചെയ്യണമെന്നൊന്ന് ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് പറഞ്ഞു തരാമോ എന്നുള്ളൊരു റിക്വസ്റ്റാണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ മാക്സിമം ഇരുന്ന് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതാണ് ഈ PDF ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ റിഫൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ചിലതൊക്കെ നമ്മുടെ ഓൾഡ് SCRTയിലാണ് ഉള്ളത്. ന്യൂ SCRTയിൽ ചില ടോപ്പിക്സ് ഒന്നുമില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് റിസോഴ്സ് ഫാക്ട് ഫയലോ മറ്റേതെങ്കിലും ഒരു റിസോഴ്സോ നോക്കുക. അല്ലെങ്കിൽ ഓൾഡ് SCRT ഞാൻ ചിലത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് SCRT ഉള്ള ആളുകൾ ഓൾഡ് SCRTയിൽ ആ ചാപ്റ്റേഴ്സ് നോക്കുക. ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഫാക്ട് ഫയലോ ഏത് റിസോഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് തറോ ആയിട്ട് പഠിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ഭാഗം വരുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 1 ആണ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇനി മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അതിന് ഈ പറഞ്ഞ പോലെ ഫാക്ട് ഫയലും മറ്റു റിസോഴ്സസും ഡിപ്പെൻഡ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളം, ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ. ഈ ഒരു ഏരിയയിൽ ക്ലാസ് 8 പാർട്ട് 2 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുക. അതുപോലെ ഓൾഡ് SCRT നോക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലുള്ളവർ ചാപ്റ്റർ 8 ഉണ്ട്, കേരള പുതുമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഓൾഡ് SCRTയിലെ എക്സസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ആ ഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ ഫാക്ട് ഫയലോ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് ഏതാണോ അതിൽ നോക്കി പഠിച്ചാലും മതിയാവും. അപ്പോൾ ഓൾഡ് SCRT നോക്കാം കേട്ടോ. ഇനി ഐക്യ കേരള പ്രസ്ഥാനം 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് 8 പാർട്ട് 2 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. അതിലെ ലാസ്റ്റ് ഫ്യൂ പേജസിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങൾ അതിൽ വരുന്നില്ല. മറ്റു റിസോഴ്സസും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അത് നോക്കുക. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇത് വരുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം. അത് ക്ലാസ് 8 ചാപ്റ്റർ 2 ആണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും. അത് വരുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 4 ആണ്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന പാഠം. അതുപോലെ ക്ലാസ് 8 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന പാഠത്തിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. അത് വരുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന പാഠത്തിലാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. അപ്പോൾ ഇത് ക്ലാസ് 10 ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന പാഠത്തിലും വരുന്നുണ്ട്. അതുപോലെ ക്ലാസ് 10 ചാപ്റ്റർ 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന പാഠത്തിലും വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഓൾഡ് SCRTയിൽ ഇന്നത്തെ ഇന്ത്യ ചാപ്റ്റർ 7 ക്ലാസ് 10 ഓൾഡ് SCRTയിലും വരുന്നുണ്ട്. ഇത് രണ്ടും റെഫർ ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണൽ ആണ്. ഓൾഡ് SCRT ഉള്ളവർ അത് നോക്കുക കേട്ടോ. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പം ലോക ചരിത്രം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അത് പുതിയ SCRTയിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് കൊടുത്തിട്ടില്ല. അപ്പം അത് ഓൾഡ് SCRTയിലാണുള്ളത്. ക്ലാസ് 10 ചാപ്റ്റർ 2 വിപ്ലവങ്ങളുടെ കാലം എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് ഉള്ളത്. ഇനി അതില്ലാത്തവർ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ബുക്ക് അത് ഉപയോഗിച്ചാൽ മതി. ഇനി ഫ്രഞ്ച് വിപ്ലവം വരുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓൾഡ് SCRT ക്ലാസ് 10 ചാപ്റ്റർ 2 വിപ്ലവങ്ങളുടെ കാലത്തിലും ഫ്രഞ്ച് വിപ്ലവം പറയുന്നുണ്ട്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലാസ് 8 പാർട്ട് 2 യൂണിറ്റ് 13 വരുന്നുണ്ട്. പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. പിന്നെ ഓൾഡ് SCRTയിലെ വിപ്ലവങ്ങളുടെ കാലം എന്ന് പറയുന്ന പാഠത്തിലും വരുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റു അന്താരാഷ്ട്ര സംഘടനകൾ. അത് വരുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 4 കുറച്ച് പോർഷൻസേ വരുന്നുള്ളൂ. അപ്പം അത് ആ ടെക്സ്റ്റും റെഫർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാക്ട് ഫയലോ എന്താണോ എന്ന് വെച്ചാൽ ആ ഒരു ബുക്കും കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സമ്പത്തും ലോകവും എന്ന് പറയുന്ന പാഠത്തിൽ അവസാന ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഓൾഡ് SCRTയിലെ ക്ലാസ് 10
ചാപ്റ്റർ 5 വരുന്നുണ്ട്. 2ാം ലോകയുദ്ധവും സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയും. അതുപോലെ തന്നെ ചാപ്റ്റർ 12 ഓൾഡ് SCERTയിലെ തന്നെ ചാപ്റ്റർ 12 സമാധാനവും സുരക്ഷിതത്വവും അന്താരാഷ്ട്ര സംഘടനകളിലൂടെ എന്നുള്ളൊരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലധികം സ്റ്റാറ്റിക് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 10th ലെവലാണ് എക്സാം വരുന്നത്. പക്ഷെ ക്ലാസ് 12 കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ചാപ്റ്റർ 1, 2, 3, 4, 5 ഇല്ല, 1, 2, 3, 4, 6 ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഈ ഒരു ഭാഗത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ റെഫർ ചെയ്യുക എന്നുള്ളത് പറയുന്നത് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. ആ ബുക്ക് മുഴുവൻ തപ്പേണ്ടി വരും. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് ഓപ്ഷണലായിട്ട് വെച്ചാൽ മതി. അപ്പം സ്റ്റാറ്റിക് ബുക്ക് ഇല്ലാത്തവർ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ റെഫർ ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ നമുക്ക് 10th ലെവലാണ് ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പം വേറെ എവിടെന്നെങ്കിലും പഠിക്കുന്നതിനേക്കാളും SCERT തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ് നല്ലതെന്നുള്ള രീതിയിലാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷണൽ ആണ് കേട്ടോ അത്. ഇനി വേൾഡ് ജോഗ്രഫിയിലേക്ക് വരുമ്പം ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും. ഇത് വരുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 6 വരുന്നുണ്ട്, മാറുന്ന ഭൂമി. അതുപോലെ ക്ലാസ് 7 ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി. ഇത്രയും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെഫർ ചെയ്ത് പഠിക്കുക. ഇനി ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ. അത് വരുന്നത് ക്ലാസ് 8 യൂണിറ്റ് 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് വരുന്നുണ്ട്. അതുപോലെ ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 6 മാറുന്ന ഭൂമിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റാറ്റിക് ബുക്സും കൂടെ നിങ്ങൾ ഫാക്ട് ഫയൽ ആണോ അതും കൂടെ കുറച്ച് റെഫർ ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ വളരെ കുറച്ച് ഇൻഫർമേഷൻസേ ഉള്ളൂ. ഇനി മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം. അപ്പൊ ഇത് ക്ലാസ് 7 ചാപ്റ്റർ 9 വരുന്നുണ്ട്. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഫാക്ട് ഫയലും കൂടെ റെഫർ ചെയ്താൽ നന്നായിരിക്കും. മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. അത് ക്ലാസ് 6 ചാപ്റ്റർ 7 ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠത്തിലും. അതുപോലെ ക്ലാസ് 6 ചാപ്റ്റർ 10 വരുന്നുണ്ട്, സമുദ്രങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്ലസ് ഫാക്ട് ഫയലും കൂടെ നോക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും. ക്ലാസ് 7 ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, സഫീഷ്യന്റ് അല്ല. അപ്പൊ നിങ്ങൾ ഫാക്ട് ഫയലും കൂടെ പഠിക്കുക കേട്ടോ. ഇനി ഓൾഡ് SCERT ആണെങ്കിൽ അതിൽ ക്ലാസ് 5 ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ, അതിലും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം. ഇത് വരുന്നത് ക്ലാസ് 9 SS2 ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിലേക്ക്. അതുപോലെ വിശാല സമതല ഭൂയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ 2 സെയിം ടെക്സ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇനി ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം. ഇത് വരുന്നത് സെയിം ടെക്സ്റ്റ് തന്നെ ക്ലാസ് 9 സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റിൽ ചാപ്റ്റർ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. അതുപോലെ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് ഡെസേർട്ടിനെ പറ്റിയിട്ടാണ്. ഡെസേർട്ട് സ്പെസിഫിക്കലി നമ്മുടെ VFA സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എന്താ പറയാ, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗം ആയതുകൊണ്ട് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഈ ചാപ്റ്ററും കൂടെ ഒന്ന് മറച്ചു നോക്കുക കേട്ടോ. ഓപ്ഷണൽ ആണ്. ഈ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമിയും അതുപോലെ തീരങ്ങളിലൂടെയും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഇനി കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി. ക്ലാസ് 7 ചാപ്റ്റർ 7 ഭക്ഷ്യോത്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. അതിന്റെ ആദ്യത്തെ പകുതിയിലാണ് ഈ കാര്യങ്ങൾ റെഫർ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ ക്ലാസ് 8 ചാപ്റ്റർ 12 കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇനി അത് കഴിഞ്ഞ് ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ. ഇത് വരുന്നത് ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 8 കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് സുസ്ഥിരതയിലേക്ക്. പിന്നെ ക്ലാസ് 8 യൂണിറ്റ് 6 അതിൽ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിന് നമ്മുടെ ഫാക്ട് ഫയലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് റിസോഴ്സ് ആണോ അതും കൂടെ റെഫർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ക്ലാസ് 12 ജോഗ്രഫി യൂണിറ്റ് 3. അത് ഈ പറഞ്ഞ പോലെ ക്ലാസ് 12 എന്ന് പറഞ്ഞാൽ വേറെ റിസോഴ്സസ് റെഫർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ SCERT തന്നെ നോക്കുക എന്നുള്ള രീതിയിലാണ് ക്ലാസ് 12 വെച്ചിട്ടുള്ളത്. ഇനി റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അതും ഈ പറഞ്ഞ പോലെ SCERT അധികം ഇല്ല. പിന്നെ ഉള്ളത് ക്ലാസ് 12 ടെക്സ്റ്റിലാണ്. ക്ലാസ് 12 ജോഗ്രഫിയിൽ യൂണിറ്റ് 4 വരുന്നുണ്ട്. അപ്പോൾ എയ്തർ അത് നോക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫാക്ട് ഫയലോ മറ്റു റിസോഴ്സസോ നോക്കാം. ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ കേരളം, ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ. അപ്പൊ കേരള ജോഗ്രഫി ഓൾഡ് SCERT കുറച്ചെങ്കിലും ഉള്ളത്. ന്യൂ SCERT അധികം ഇല്ല.
ആകെയുള്ളത് ക്ലാസ് 5 പാർട്ട് 2 ചാപ്റ്റർ 8 ആണ്, നാടറിയാം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി കേരള ജോഗ്രഫിക്ക് ഫാക്ട് ഫയൽ ഡിപ്പെൻഡ് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഓൾഡ് SCERT ഈ പറയുന്ന ടോപ്പിക്സിനൊക്കെ നദികൾ, കാലാവസ്ഥ, വന്യജീവി, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ ഗതാഗതം എല്ലാത്തിനും ഇതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ബെറ്റർ ഫാക്ട് ഫയൽ നോക്കുകയാണ് കേട്ടോ നല്ലത്. ഓൾഡ് SCERT ആണെങ്കിൽ ക്ലാസ് 6 ചാപ്റ്റർ 3 കേരളം, മണ്ണും മഴയും മനുഷ്യനും, അതുപോലെ ക്ലാസ് 5 ചാപ്റ്റർ 10 കേരളക്കരയിൽ. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളൂ. അപ്പോൾ ഫാക്ട് ഫയൽ നോക്കുകയായിരിക്കും നല്ലത്. ഇനി ഇന്ത്യൻ എക്കണോമിക്സിലേക്ക് വരുമ്പം ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ, അത് ക്ലാസ് 11 യൂണിറ്റ് 2 പറയുന്നുണ്ട്. മറ്റേ ഈ പറഞ്ഞ പോലെ SCERT ഡീറ്റെയിൽ ആയിട്ട് പഞ്ചവത്സര പദ്ധതികളൊന്നും പറയുന്നില്ല, കുറച്ച് ബേസിക് കാര്യങ്ങളാണല്ലോ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ഓരോ പദ്ധതികളും സ്പെസിഫിക്കലി പഠിക്കണമെങ്കിൽ ഫാക്ട് ഫയൽ നോക്കി തന്നെയായിരിക്കും നല്ലത്. പിന്നെ ക്ലാസ് 11 യൂണിറ്റ് 2 കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കിയിട്ട് റെഫർ ചെയ്താൽ മതി. പിന്നെ ക്ലാസ് 7 ചാപ്റ്റർ 10 ബജറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലാസ് 9 ചാപ്റ്റർ 5 ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ഇതാണ് ഈ കൊടുത്തിട്ടുള്ളതിൽ കുറച്ചും കൂടി പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ ഫാക്ട് ഫയലും. ഇനി പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അത് റെഫർ ചെയ്യാൻ വരുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 7 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അത് വരുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 5 പണവും സമ്പദ് വ്യവസ്ഥയും. പിന്നെ വരുന്നത് ക്ലാസ് 12 ടെക്സ്റ്റിലാണ്. അപ്പം നിങ്ങൾ സ്റ്റാറ്റിക് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നോക്കണമെന്നില്ല. ഇനി കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, അതും ഈ പറഞ്ഞ പോലെ ക്ലാസ് 12 ചാപ്റ്റർ 2 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാക്ട് ഫയൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നും പിന്നെ +1 +2 ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ട കാര്യമില്ല, ഫാക്ട് ഫയൽ നോക്കി പഠിച്ചാൽ മതി. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും, ക്ലാസ് 12 ചാപ്റ്റർ 6 പൗരത്വം. ഇനി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഇതൊക്കെ വരുന്നത് ക്ലാസ് 8 യൂണിറ്റ് 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കടമകളും. അടുത്തത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, അത് വരുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഭാഗത്താണ്. പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ പുതിയ SCERT അധികം കൊടുത്തിട്ടില്ല, അപ്പോൾ ഫാക്ട് ഫയൽ വെച്ച് പഠിക്കുക തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അവർ സ്പെസിഫിക്കലി ഏതൊക്കെ ഭേദഗതികളാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 42, 44, 52, 73, 74, 86, 91. അപ്പോൾ അത് ഫാക്ട് ഫയൽ വെച്ച് പഠിക്കുക കേട്ടോ. ഇനി പഞ്ചായത്തി രാജ് വരുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വരുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അത് ക്ലാസ് 9 ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അത് ക്ലാസ് 9 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന പേജ് 70 മുതൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കേരള ഗവർണൻസിലേക്ക് വരുമ്പം ആകെ 2 ഭാഗങ്ങൾ മാത്രമാണ് SCERT നമുക്ക് നോക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഫാക്ട് ഫയലും മറ്റു റിസോഴ്സസും ആണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, ഈ ഭാഗം ക്ലാസ് 12 എക്കണോമിക്സിലാണ് വരുന്നത്. അപ്പോൾ അതും ക്ലാസ് 12 എക്കണോമിക്സ് നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഫാക്ട് ഫയൽ നോക്കി പഠിക്കുക തന്നെയായിരിക്കും നല്ലത്. പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, അതാണ് ക്ലാസ് 9 ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ആ പാഠത്തിൽ വരുന്നത്. ഇനി നമുക്ക് സയൻസ് നോക്കാം. അതിൽ ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്തിൽ വരുമ്പം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അത് ക്ലാസ് 7 ബേസിക് സയൻസ്, അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ, ബൾക്കായിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം അതിനനുസരിച്ച് ടൈം എടുത്ത് തന്നെ പഠിക്കുക. ക്ലാസ് 7 ബേസിക് സയൻസിലെ ചാപ്റ്റർ 5ഉം 7ഉം, ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ 3ഉം 4ഉം, ക്ലാസ് 9 ബയോളജി ചാപ്റ്റർ 2, 3, 4, 5 വരുന്നുണ്ട്. ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 3 വരുന്നുണ്ട്. ഇനി ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും, അത് ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 1 കൂടുതലായിട്ടും പറയുന്നത്. ഇനി സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അത് ക്ലാസ് 5 ബേസിക് സയൻസ് ചാപ്റ്റർ 2 പറയുന്നുണ്ട്. ക്ലാസ് 10 ബയോളജിയിലെ ചാപ്റ്റർ 5 പറയുന്നുണ്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അത് ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 9 പറയുന്നുണ്ട്. ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ 5 പറയുന്നുണ്ട്. അതിൽ റെലവെന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നോക്കിയാൽ മതി. ഇനി കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ മറ്റ് റിസോഴ്സസ് ഫാക്ട് ഫയലൊക്കെ ഡിപ്പെൻഡ് ചെയ്യായിരിക്കും നല്ലത്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ 5ഉം മറ്റ് റിസോഴ്സസും നോക്കുക. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, അത് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 9ഉം ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 17ഉം മറ്റ് റിസോഴ്സസും നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഫിസിക്സ് ആണ് വരുന്നത്. അതിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 1 വരുന്നത്.
ചലനം, ആക്കം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, മൂന്നാം ചലന നിയമം. ഇത് ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 8 വരുന്നുണ്ട്. ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 2 വരുന്നുണ്ട്. ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 2 വരുന്നുണ്ട്. ക്ലാസ് 9 ചാപ്റ്റർ 3 വരുന്നുണ്ട് കേട്ടോ. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന്റെ പ്രയോഗങ്ങൾ, പ്രൊജക്ടൈൽ ചലനം, അത് ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 3 വരുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുക അതിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ സെയിം ചാപ്റ്റർ തന്നെ മൾട്ടിപ്പിൾ ടോപ്പിക്സിന് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ള ഏരിയാസ് നോക്കി പോയാൽ മതി. ഇനി പ്രകാശം, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, അത് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 4 വരുന്നുണ്ട്. ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 1 വരുന്നുണ്ട്. ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 3 വരുന്നുണ്ട്. ഇനി ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുന്നത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 12 അതുപോലെ ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 2 വരുന്നുണ്ട്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, അൾട്രാ വയലറ്റ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇതൊക്കെ ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 3 വരുന്നത്. പിന്നെ സൗണ്ട്, ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിലെ ശബ്ദത്തിന്റെ പ്രവേഗം, അനുരണനം, അതൊക്കെ വരുന്നത് ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 8 ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 1 ഇനി ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ഇത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 2 വരുന്നത്. ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ഫലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, ഇതൊക്കെ വരുന്നത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 3 ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 5 സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡീഷൻ, കൊയിഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം, ഇതൊക്കെ വരുന്നത് ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 5 കേട്ടോ. ഇനി ഗുരുത്വാകർഷണം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിലെ ജിയുടെ മൂല്യം, ഇത് വരുന്നത് ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 4 അടുത്തത് അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, ഇതൊക്കെ വരുന്നത് ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 4 കേട്ടോ. പിന്നെ താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, പിന്നെ ആർദ്രത, ആപേക്ഷിക ആർദ്രത, ഇതൊക്കെ വരുന്നത് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 6 പിന്നെ മറ്റു റിസോഴ്സസിലുമാണ്. ഇനി പ്രവൃത്തി, ഊർജം, പവർ, ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, ഇത് വരുന്നതും ക്ലാസ് 5 ബേസിക് സയൻസ് ചാപ്റ്റർ 6 വരുന്നുണ്ട്. ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 7 വരുന്നുണ്ട്. ക്ലാസ് 9 ഫിസിക്സ് ചാപ്റ്റർ 6 വരുന്നുണ്ട്. ക്ലാസ് 10 ചാപ്റ്റർ 5 6 വരുന്നുണ്ട്. ഇനി ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ, അത് ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 7 വരുന്നത്. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, അത് ക്ലാസ് 5 വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ, മറ്റുള്ള റിസോഴ്സസും കൂടെ പഠിക്കുക കേട്ടോ. ഇനി കെമിസ്ട്രിയിലേക്ക് കടക്കുമ്പം ആറ്റം, തന്മാത്ര, അത് വരുന്നത് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 1 ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 3 വരുന്നുണ്ട്. ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരങ്ങൾ, ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 4 ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 7 ക്ലാസ് 8 ചാപ്റ്റർ 15 വരുന്നുണ്ട്. ഇനി വാതക നിയമങ്ങൾ, അക്വാറീജിയ ചെറിയൊരു ബോക്സിലാണ് കേട്ടോ ടെക്സ്റ്റിലാകെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വേറെ റിസോഴ്സസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 4 അത് വരുന്നത്. ഇനി മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 2 വരുന്നുണ്ട്. ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 5 6 വരുന്നുണ്ട്. രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും, രാസപ്രവർത്തനങ്ങൾ, അത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 4 വരുന്നുണ്ട്. ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 5 വരുന്നുണ്ട്. ക്ലാസ് 9 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 വരുന്നുണ്ട്. ഇനി ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ, അതും ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 5 വരുന്നുണ്ട്. ക്ലാസ് 9 കെമിസ്ട്രിയിൽ ചാപ്റ്റർ 6 വരുന്നുണ്ട്. ക്ലാസ് 8 ചാപ്റ്റർ 5 14 വരുന്നുണ്ട്. ഇനി ലോഹങ്ങളും അലോഹങ്ങളും, അത് ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 6 വരുന്നുണ്ട്. ക്ലാസ് 9 ചാപ്റ്റർ 7 വരുന്നുണ്ട്. ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 6 വരുന്നുണ്ട്. ഇനി ലോഹസങ്കരങ്ങൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 6 വരുന്നുണ്ട്. ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 2 വരുന്നുണ്ട്. ആസിഡ് ആൽക്കലികൾ വരുന്നത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 13 pH മൂല്യവും ആൽക്കലോയിഡുകളും വരുന്നത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 13 പിന്നെ മറ്റു റിസോഴ്സസും കൂടെ നോക്കുക കേട്ടോ. ഇനി പ്രധാനപ്പെട്ട ആക്ടുകൾ വരുമ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ വരുന്നത് ഇതിൽ SCRT അധികം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഫാക്ട് ഫയൽ നോക്കി പഠിക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ക്ലാസ് 6 ചാപ്റ്റർ 6 ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് പറയുന്നുണ്ട്. പിന്നെ ക്ലാസ് 10 ചാപ്റ്റർ 4 ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ. അപ്പോൾ അതിൽ SC/ST നാഷണൽ കമ്മീഷൻ ഫോർ SC/ST വരുന്നുണ്ട്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമനും അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ, വനിതാ കമ്മീഷൻ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇതൊക്കെ വരുന്നതും ഈ സെയിം ചാപ്റ്ററിൽ കുറച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് 9 ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അതിന്റെ കൂടെ നമ്മുടെ ഫാക്ട് ഫയലും കൂടെ റെഫർ ചെയ്യാം കേട്ടോ. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, പോക്സോ ആക്ട് വരുന്നത്, അതും ക്ലാസ് 9 ചാപ്റ്റർ 7 പറയുന്നുണ്ട്. പിന്നെ ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന പാഠത്തിൽ പേജ് നമ്പർ 47 മെൻഷൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് റെഫർ ചെയ്യാം. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ മോസ്റ്റ്ലി അതർ റിസോഴ്സസ് നോക്കിയാൽ മതി. ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. പിന്നെ സോഫ്റ്റ്വെയറും അതർ റിസോഴ്സസ് നോക്കുക. പിന്നെ ക്ലാസ് 10 ചാപ്റ്റർ 3 ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്ലാസ് 9 IT ചാപ്റ്റർ 10 പറയുന്നുണ്ട്. ഇന്റർനെറ്റ് ക്ലാസ് 7 ചാപ്റ്റർ 2 പറയുന്നുണ്ട്. അതുപോലെ ക്ലാസ് 8 IT ചാപ്റ്റർ 5 പറയുന്നുണ്ട്. ക്ലാസ് 9 IT ചാപ്റ്റർ 9 പറയുന്നുണ്ട്. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ക്ലാസ് 9 IT ചാപ്റ്റർ 5 പറയുന്നുണ്ട്. പക്ഷെ എന്നാലും സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഒരുപാട് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഫാക്ട് ഫയലും മറ്റു റിസോഴ്സസും കൂടെ എന്തായാലും നല്ലപോലെ വായിച്ച് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം ടോപ്പിക്സിൻ്റെയും SCRT ചാപ്റ്റേഴ്സ് ഈ ഒരു PDF ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ PDF ആയിട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.